ഇസ്രായേലിന്റെ മാസങ്ങൾ നീണ്ട മാരക പ്രഹരത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് ഗ്രൂപ്പായ ഹമാസ് മുക്കാലും മുടിഞ്ഞ് ഇല്ലാതായിരിക്കുകയാണ്. വിദേശ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ തണലിൽ ഇരുന്നുകൊണ്ട് ഹമാസിനെ നയിച്ച കടലാസ് പുലികളായ നേതാക്കന്മാരെയെല്ലാം ഇസ്രായേൽ കാലമൊരുക്കി അയച്ചതോടെ നാഥനില്ല കളരിയായി മാറിയെങ്കിലും വെടിനിർത്തൽ കരാറിലെ ബന്ദിമോചനത്തിൻ്റെ ആനുകൂല്യം പറ്റി ഇസ്രായേലിലെ തടവറയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഭീകരന്മാരെ മുന്നിൽ നിർത്തി അടുത്ത പ്രകോപനമുണ്ടാക്കാൻ കരുക്കൾ നീക്കി കാത്തിരിക്കുന്ന ഹമാസന്മാരുടെ ചങ്ക് തകർക്കുന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഗാസ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നുവെന്നും ഗാസയിൽ ശേഷിക്കുന്ന പാലസ്തീനികളെല്ലാം അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. യുദ്ധത്തിൽ തകർന്ന വാസയോഗ്യമല്ലാതായിരിക്കുന്ന ഗാസ മുനമ്പിനെ ഏറ്റെടുത്ത് നന്നാക്കാൻ അമേരിക്ക തയ്യാറാണെന്നും ഗാസയെ വികസിപ്പിച്ച് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അതിനായി തങ്ങൾക്കൊരു ദീർഘകാല ഉടമസ്ഥാവകാശം വേണമെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിനാദ്യം മേഖലയിൽ നിന്ന് പാലസ്തീൻ ജനത ഒഴിഞ്ഞു പോകണമെന്നുള്ള ട്രംപിൻ്റെ നിലപാടിൻ്റെ ആത്യന്തിക ലക്ഷ്യം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ഹമാസിനെ തീർക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഗാസയുടെ പുനരുദ്ധാരണം മറയായി പിടിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യം. പട്ടിണിയും പരിവട്ടവും ആഹാരത്തിൻ്റെയും കുടിവെള്ളത്തിൻ്റെയും മരുന്നുകളുടെയും സർവോപരി തലചായ്ക്കാൻ നല്ല പാർപ്പിടത്തിൻ്റെയും ഇല്ലായ്മയിലൂടെ കിതച്ചു നീങ്ങുന്ന പലസ്തീനിയൻ ജനതയ്ക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കിട്ടുന്ന പക്ഷം ഗാസ വിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ഒഴിഞ്ഞു പോകാനും അവർ തയ്യാറാണ്. എന്നാൽ ഗാസ കേന്ദ്രമാക്കി മാരകവ്യാധി പോലെ പടർന്നു പിടിച്ച ഹമാസ് ഭീകര സംഘടന അതിന് തയ്യാറല്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ട്രംപിൻ്റെ നിർദ്ദേശത്തെ അവഗണിച്ച് കിട്ടേണ്ടത് കിട്ടാതെ കിട്ടാൻ വിടകൊള്ളില്ല എന്ന മട്ടിൽ ഹമാസ് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ ഒഴിഞ്ഞുപോയാൽ തീവ്രവാദം മതിയാക്കി പണിയെടുത്തെങ്കിലും ജീവിക്കാൻ ഹമാസന്മാർക്ക് അയക്കും. ഒഴിപ്പിക്കാൻ ട്രംപ് ഇറങ്ങിയാൽ അത് ഹമാസിൻ്റെ ശാശ്വത പര്യവസാനം തന്നെയായിരിക്കുമെന്ന് ഉറപ്പായ കാര്യമാണ്. അതാണ് ഇവരുടെയൊക്കെ വല്യപുള്ളികളായ IS-ന്റെ ചരിത്രത്തിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ള ഒരു പാഠം. ട്രംപുമായുള്ള പ്രഥമ ചർച്ചയ്ക്ക് ഞായറാഴ്ച അമേരിക്കയിലെത്തിയ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും നല്ല സുഹൃത്താണെന്ന് പ്രശംസിക്കുകയും ട്രംപിൻ്റേത് മൂല്യവത്തായ നിർദ്ദേശമാണെന്നും അതിന് ചരിത്ര പ്രാധാന്യമാണ് ഉള്ളതെന്നും വ്യക്തമാക്കുകയുണ്ടായി. അതീവ നിർണായക കൂടിക്കാഴ്ചയിൽ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളും ഉരുത്തിരിഞ്ഞു. എന്നാൽ ഈ അവസ്ഥയിൽ ഗാസയ്ക്ക് സുസ്ഥിരമായ ഭാവിയില്ലെന്നും അവിടെ ആർക്കും താമസിക്കാൻ കഴിയില്ല. അതിനാൽ ഈജിപ്റ്റ്, ജോർദാൻ തുടങ്ങിയ അറബ് രാജ്യങ്ങൾ പാലസ്തീൻകാരെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപിൻ്റെ ഈ നിർദ്ദേശത്തിൽ നിന്ന് ജോർദാനും ഈജിപ്തിനും ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം അടുത്തയാഴ്ച ജോർദാൻ രാജാവ് വൈറ്റ് ഹൗസ് സന്ദർശിക്കും. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം അമേരിക്ക റദ്ദാക്കിയപ്പോൾ ഇസ്രായേലിനൊപ്പം അതിൽ നിന്ന് ഒഴിവാക്കിയത് ഈജിപ്തിനെ ആയിരുന്നു. അതുകൊണ്ട് ഈജിപ്തിനും മറുത്ത് പറയാൻ ആയേക്കില്ല. കൂടുതൽ ശക്തമായി ഹമാസ് തീവ്രവാദികൾക്ക് പതിയിരിക്കാനുള്ള താവളമാക്കി ഗാസയെ ട്രംപ് കാശ് മുടക്കി നന്നാക്കി കൊടുക്കുമെന്ന് അല്പമെങ്കിലും വിവേകമുള്ളവർ പറയില്ല. അതുകൊണ്ട് തന്നെ ഗാസ നന്നാക്കി കൊടുക്കുക എന്നതിനപ്പുറത്ത് ഗാസയുടെ ഉടമസ്ഥാവകാശം തന്നെയാണ് തങ്ങൾക്ക് ആവശ്യമെന്നും ട്രംപ് പറയുന്നിടത്ത് ഹമാസ് നിർമ്മാർജ്ജനം ഉറപ്പായിരിക്കുന്നു. പാലസ്തീനിലെ ഇല്ലായ്മക്കാരൻ്റെ പരാധീനതകളെ വിളിച്ചു പറഞ്ഞ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് സക്കാത്തായി പറ്റിയ കോടികൾ കൊണ്ട് ഗാസയിൽ ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങളും ആയുധ ശേഖരങ്ങളുമെല്ലാം ഇല്ലാതാക്കാനുള്ള ഉത്തരവാദിത്വമാണ് തങ്ങൾ ഏറ്റെടുക്കുന്നതെന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഉടൻ ആരംഭിക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിൽ ഇസ്രായേൽ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്നത് മോചിപ്പിക്കപ്പെടുന്ന തീവ്രവാദി നേതാക്കളെ നാടുകടത്തുക എന്നത് തന്നെയായിരിക്കും. അതിനെ ഹമാസ് എതിർക്കുകയും ഗാസയിൽ അധികാരത്തിൽ തുടരാൻ ശഠിക്കുകയും ചെയ്താൽ ഞങ്ങൾക്ക് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലെന്ന് ഇസ്രായേൽ തീർത്തു പറഞ്ഞതും ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങളും കൃത്യമായി സമന്വയിക്കുമ്പോൾ ഹമാസ് ഉന്മൂലനം ഉറപ്പായിരിക്കുകയാണ്.